എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഓണിയൻ പറാത്തയും അതേപോലെ ബ്രോക്കോളി വെച്ചിട്ട് ഒരു റാപ്പാണ്. ഇത് രാത്രി ഡിന്നറിനായിട്ട് ഉപയോഗിക്കുക, അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഇത് ഞാൻ ഉള്ളി കുറച്ച് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ആ ഒരു തണ്ടാണ് ഞാൻ മുറിച്ചെടുത്തത് കേട്ടോ. അത് നന്നായി ഒന്ന് കഴുകിയ ശേഷം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഓണിയൻ പറാത്തയാണല്ലോ ഉണ്ടാക്കണം, അപ്പോൾ അതിലേക്കുള്ള ഒരു ഓണിയൻ മതിയാവും. സവാള ഒരു വലുതൊരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ തന്നെയാണ് ഗോതമ്പ് പൊടിയിൽ ഉപ്പും കുറച്ച് എണ്ണയും അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുത്തിട്ട് മാറ്റിയേക്കുക. ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പറാട്ടൻ്റെ ഒരു ഫില്ലിംഗ് തയ്യാറാക്കണം. അതിനുവേണ്ടി നമ്മൾ അരിഞ്ഞെടുത്ത ആ ഗ്രീൻ ഓണിയനും അതേപോലെ സവാള പൊടിയായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ കൂടെ അരിഞ്ഞെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. പിന്നെ വേണ്ടത് ചെറിയ ജീരകം പൊടിച്ചതാണ്, അതേപോലെ കുറച്ച് ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി. ഇത്രയും മതിയാവും. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് കേട്ടോ. ഈസിയാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഓരോ ഉരുളയായിട്ട് മാവ് എടുത്തിട്ട് പരത്തിയെടുക്കുക. ജസ്റ്റ് ചപ്പാത്തി പരത്തണ പോലെ തന്നെ പരത്തിയെടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഒരു സൈഡിലേക്ക് ഈ ഫില്ലിങ് വെക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് ഉണ്ടാക്കണ തൊട്ട് മുമ്പാണ് ഇത് മിക്സ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ കേട്ടോ. നേരത്തെ ഉള്ളിയൊന്നും ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വരും. അപ്പോൾ ഈ ചപ്പാത്തിനെ ഞാനൊന്ന് മടക്കി ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഷേപ്പാക്കി കൊടുത്തതേ ഉള്ളൂ. ഇനി പാൻ ചൂടാവുമ്പോൾ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുക. അതിലേക്ക് ഇത് ചുട്ടെടുക്കുക. ഇത്രയേ ഉള്ളൂ. രണ്ട് സൈഡിലും നെയ്യ് തേച്ചിട്ട് ഒന്ന് ചെറിയ തീയിൽ തിരിച്ച് മറിച്ചിട്ട് ഇടാം. അപ്പോൾ എല്ലായിടത്തും മൊരിഞ്ഞ് കിട്ടണ പോലെ ചട്ടകം കൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓണിയൻ പറാത്ത അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനും നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിന്നർ റെസിപ്പി തന്നെയാണിത്, ഈ ഓണിയൻ പറാത്ത. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചുടുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ കേട്ടോ. അതിൻ്റെ അകത്ത് ഉള്ളിയൊക്കെ ഒന്ന് വേവാനുള്ള ഒരു സമയം കൂടെ കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. ഇത് ബ്രോക്കോളി റാപ്പാണ്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ. ഡിന്നറായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഒരു ബ്രോക്കോളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അങ്ങനെ ഓരോ ഇതളും അടർത്തി എടുത്ത ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഇത്തിരി ഉപ്പും കൂടെ ഇടുന്നുണ്ട്. ഉപ്പിട്ടിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് അങ്ങനെ വെക്കുക. അതിലെന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് ചത്തു പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് ഒരു സവാള, വലിയൊരു സവാളയും ഒരു 4-5 വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺ വേണം, സ്വീറ്റ് കോണാണ് കേട്ടോ. ഇനിയിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഒരു 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കണം. അതിലെ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് പിന്നെ ഇത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ പാനിലേക്ക് ബട്ടറാണ് ഇട്ടത്. 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇടാം. പിന്നെ കുറച്ചൊരു ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്, ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റാം. നല്ലൊരു മണം വരുന്ന സമയത്ത് സവാള ചേർക്കുക. സവാളയും ചേർത്ത് വഴറ്റിയിട്ട് ഒരു വാടി വരണം അത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത ശേഷം നമുക്ക് ഈ ബ്രൊക്കോളി അതിലേക്ക് ഇടാം. ബ്രൊക്കോളി കുറച്ചുകൂടെ ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലൊക്കെയാണ് ഇവിടെ കട്ട് ചെയ്തത്. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും അത് വേവാൻ. ഇനി കുറച്ച് കുരുമുളക് ചേർക്കാം കേട്ടോ. അതിങ്ങനെ ചതച്ചിട്ടിട്ടാൽ മതി, അല്ലാതെ പൊടിയായിട്ട് ഇടണ്ട. അപ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടുള്ളൂ ഇതിൻ്റെ. ഇനി അതിലേക്ക് പിന്നെ സ്വീറ്റ് കോണും ചേർക്കുക. ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് നമ്മൾ സൂപ്പൊക്കെ ഉണ്ടാക്കാറില്ലേ, അതേപോലെ തന്നെയാണ്. ഗാർലിക്കും ഓണിയനും ബട്ടറൊക്കെ ചേരുമ്പോൾ തന്നെ ആ ഒരു സൂപ്പിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്, കുറേ ഒഴിക്കരുത് കേട്ടോ, ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒന്ന് അടച്ച് വെക്കുക. ചെറിയ തീയിൽ അത് കടന്ന് വേവട്ടെ. ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു ബ്രോക്കോളി ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനെ ഒന്ന് തിരി സോഫ്റ്റ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. എന്നിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ ഒരു ഗ്ലേസിങ്ങും കിട്ടും, ഒരു നല്ല സോഫ്റ്റായി വരും. അല്ലാതെ കോൺഫ്ലവർ ചേർത്തെന്ന് വെച്ച് വേറെ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമല്ല, ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാനും ഒരു ഗ്ലേസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് ചേർത്തത് കേട്ടോ. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി റാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ടോർട്ടിയാണ്.
അപ്പോൾ അത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ മൈദയും കോൺഫ്ലവറൊക്കെ ചേർത്ത് കുഴച്ച് പരത്തി ഉണ്ടാക്കുക. അതില്ലെങ്കിൽ ചപ്പാത്തിയിലും റാപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലാണ് റാപ്പ് ചെയ്യണത്. ഇപ്പോൾ ഒരെണ്ണം എടുത്തു. അപ്പോൾ അതിലാദ്യം ഞാൻ കോൾസ്ലോ ആണ് ഇട്ടത്. അതായത് മയോണൈസിൽ കുറച്ച് ക്യാബേജും ക്യാരറ്റും അരിഞ്ഞിട്ടിട്ട് അതാണ് ഞാൻ ഇതിൽ ആദ്യം തേച്ച് കൊടുക്കുന്നത് കേട്ടോ. വെറും മയോണൈസ് ഉണ്ടെങ്കിൽ അതുമാത്രം ചേർത്താലും മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫില്ലിങ് ഇടാം, ആ ഒരു മിക്സ് ഇടാം. പിന്നെ ബ്രൊക്കോളീൻ്റെ, പിന്നെ അതിൻ്റെ മുകളിൽ ചീസ് ഇടാം കേട്ടോ. ചീസ് ഓപ്ഷണലാണ്. ചീസ് ഇട്ടപ്പോഴായിരുന്നു കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചീസും കൂടെ ഇട്ടിട്ട് നമുക്കതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് മടക്കിയിട്ട് അങ്ങനെ ചുരുട്ടി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് വേണമെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക, അതല്ലെങ്കിൽ പാനിൽ ചെയ്യാം. ഞാനിപ്പോൾ പാനിലാണ് കാണിക്കുന്നത്. പാനിൽ കുറച്ച് ബട്ടർ തേച്ചിട്ടുണ്ട്. ബട്ടറോ നെയ്യോ ഇനി ഓയിൽ വേണമെങ്കിൽ അങ്ങനെ, പക്ഷെ ബട്ടറിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ബട്ടർ തേച്ചിട്ട് നമുക്കതൊന്ന് അതൊന്ന് തിരിച്ച് മറിച്ച് ഒന്ന് ചുട്ടെടുക്കാം. ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി. കാരണം ഇത് ഓൾറെഡി ഒക്കെ വെന്ത കാര്യങ്ങളാണ്. ഒന്ന് പിന്നെ മൊരിയിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രോക്കോളി റാപ്പ് ഉണ്ടാക്കാൻ. വളരെ സിമ്പിളാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഡിന്നറിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ച രണ്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.